നമഃശിവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അമ്മയുടെ സന്ദേശം. ഇന്ന് ലോകത്ത് കാണപ്പെടുന്ന യുദ്ധങ്ങളുടെയും ഭീകരാക്രമങ്ങളുടെയുമെല്ലാം മൂല കാരണം വ്യക്തി മനസ്സിലെ വിദ്വേഷമാണ്. ക്രോധമെന്നത് അന്ധകാരം പോലെയാണ്. ക്രോധം വരുമ്പോൾ നമുക്ക് ചുറ്റും ഇരുട്ടാണ്. നാം എന്താണ് പറയുന്നതെന്നോ എന്താണ് ചെയ്യുന്നതെന്നോ നമുക്ക് ബോധമില്ല. പിന്നീട് ദേഷ്യം അടങ്ങുമ്പോഴാണ് നമ്മൾ തെറ്റ് മനസ്സിലാക്കുന്നത്. അപ്പോഴേക്കും വളരെ വൈകിപ്പോയിരിക്കും. അതിനാൽ നിസ്സാര കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടുന്നത് നമ്മുടെ ശീലമായി തീരാൻ ഒരിക്കലും അനുവദിക്കരുത്. ക്രോധം നമ്മുടെ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കും. ദഹനത്തെയും ഉറക്കത്തെയും തകരാറിലാക്കും. അത് ഓർമ്മയെ മന്ദീഭവിപ്പിക്കും. ബുദ്ധിയുടെ പ്രവർത്തനവും വികലമാക്കും. എല്ലാ രോഗങ്ങളുടെയും വിളഭൂമിയാണ് ക്രോധം. മറ്റുള്ളവരെക്കാൾ നമ്മുടെ ദേഷ്യം നമുക്ക് തന്നെയാണ് ദോഷം ചെയ്യുന്നത്. തനിക്ക് താമസിക്കാൻ ഇടം തരുന്നയാളിനെ തന്നെ കൊല്ലുന്ന നന്ദിയില്ലാത്ത ജീവിയെപ്പോലെയാണ് ദേഷ്യം. മനസ്സിൽ വിദ്വേഷം പുലർത്തുന്നത് നമ്മൾ സ്വയം വിഷം കഴിച്ചു ശത്രു മരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് പോലെയാണ്. 2 ചെറുപ്പക്കാർ ചേർന്ന് ബിസിനസ് നടത്തുകയായിരുന്നു. അതിൽ ഒരാളെ അയാളുടെ പങ്കാളി കള്ളക്കേസിൽ കുടുക്കി. പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു. കീഴ്ക്കോടതി അയാളെ ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചു. അതിൻ പ്രകാരം കുറച്ചുനാൾ ജയിലിൽ കിടന്നു. എന്നാൽ പിന്നീട് ഹൈക്കോടതിയിൽ അയാൾ നിരപരാധിയാണെന്ന് തെളിഞ്ഞു. അയാൾ ജയിലിൽ നിന്ന് മോചിതനായി. എന്നാൽ വീട്ടിലെത്തിയിട്ടും അയാളുടെ മനസ്സിൽ ശത്രുവോടുള്ള വിദ്വേഷം നിറഞ്ഞിരിക്കുകയായിരുന്നു. അയാൾ അച്ഛനോട് പറഞ്ഞു, എൻ്റെ പങ്കാളിയെ ഒരു പാഠം പഠിപ്പിക്കുന്നതുവരെ ഞാൻ വിശ്രമിക്കില്ല. അവനെ സ്വസ്ഥതയോടെ കഴിയാൻ ഞാൻ അനുവദിക്കില്ല. ഇത് കേട്ട് അച്ഛൻ പറഞ്ഞു, പൊന്നുമോനെ, ഞാൻ കരുതി നീ ജയിലിൽ നിന്ന് മോചിതനായി എന്ന്. പക്ഷേ നീ ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. മനസ്സിൽ വിദ്വേഷം നിറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ജയിലിനുള്ളിൽ കഴിയുന്നതിന് തുല്യമാണ്. അങ്ങനെയുള്ള വ്യക്തിക്ക് ഒരിക്കലും മനഃശാന്തി കിട്ടില്ല. അയാളുടെ മനസ്സ് ദേഷ്യത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും ചിന്തകളുടെ തടവറയിലായിരിക്കും. നമ്മളോട് ആരെങ്കിലും ദേഷ്യപ്പെട്ടാൽ ഉടനെ നമ്മളും തിരിച്ച് ദേഷ്യപ്പെടുകയാണെങ്കിൽ അത് അയാളുടെ കയ്യിലെ വ്രണം നമ്മൾ കുത്തിപ്പൊട്ടിക്കുന്നത് പോലെയാണ്. അതിൻ്റെ ഫലമായി പഴുപ്പ് നമ്മുടെ ദേഹത്തും വീഴുന്നു. നമ്മുടെ മനസ്സും വ്രണിതമാകുന്നു. 2 പേരുടെയും സ്ഥിതി വഷളാകുന്നു. നമ്മൾ തിരിച്ചു ദേഷ്യപ്പെടുമ്പോൾ സംഘർഷവും അസ്വസ്ഥതയും ശക്തമാകുന്നു. അതേസമയം നമ്മൾ ക്ഷമിക്കുകയാണെങ്കിൽ അത് കയ്യിലെ വ്രണം മരുന്ന് വെച്ച് പൊറുപ്പിക്കുന്നത് പോലെയാണ്. ഇത് ഇരുവർക്കും ഗുണകരമായി തീരുന്നു. അതിനാൽ മക്കളെ, ക്ഷമിച്ചും സ്നേഹിച്ചും ജീവിക്കുക. ഇതൊക്കെ പ്രയാസമുള്ളതായി തോന്നാം, എങ്കിലും ശ്രമിച്ചാൽ തീർത്തും വിജയിക്കും. ദേഷ്യം വരുമ്പോൾ അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും അതുകൊണ്ടുണ്ടാവുന്ന ദോഷത്തെക്കുറിച്ചും വിവേചിച്ചറിഞ്ഞ് മനസ്സിലെ അഴുക്കിനെ കളയണം. അതിനുശേഷം സ്നേഹവും ക്ഷമയുമാകുന്ന മരുന്ന് വെച്ച് അതിനെ ഉണക്കുകയും വേണം. ആഴ്ചയിൽ 1 ദിവസമെങ്കിലും ഇന്നു ഞാൻ ആരോടും കോപിക്കുകയില്ല എന്നൊരു വ്രതമെടുക്കാൻ മക്കൾ നോക്കണം. പെട്ടെന്ന് വിജയിക്കാൻ സാധിച്ചെന്നു വരില്ല. എന്നാൽ 10 പ്രാവശ്യമെങ്കിലും കോപിച്ചിരുന്നത് 9 കുറയ്ക്കാൻ കഴിഞ്ഞെന്നിരിക്കും. അത്രയും നമ്മൾ ജയിച്ചില്ലേ? കോപിക്കുകയില്ലെന്ന് നിശ്ചയിച്ച ദിവസം ദേഷ്യപ്പെടാൻ ഇടയായാൽ അതിന് പ്രായച്ചിത്തമായി വിലപ്പെട്ട പണമോ അരിയോ പാവങ്ങൾക്ക് കൊടുക്കാനായി മാറ്റിവെക്കണം. ദേഷ്യം മാറുമ്പോൾ എതിരാളിയോട് ക്ഷമ ചോദിക്കാനും നമ്മൾ തയ്യാറാകണം. ക്രോധമാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. ക്രോധത്തെ ഇല്ലാതാക്കുന്നത് എല്ലാ ശത്രുക്കളെയും ഒരേ സമയം ഇല്ലാതാക്കുന്നതിന് തുല്യമാണ്. ക്രോധത്തെ ജയിച്ചവർക്ക് എല്ലാവരും മിത്രങ്ങൾ തന്നെ. ഹരി ഓം നമഃ ശിവായ.